അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു സവോളയും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്ന് വരണം. ഒരു പകുതി സവാള വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒത്തിരി കൂടിപ്പോരുത്. ഒത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചച്ചവ ഒന്ന് മാറുന്നത് വരെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി പൊടികളുടെ അളവ് കൂടി പോകരുത്. പൊടികളൊക്കെ എപ്പോഴും നമ്മൾ കുറച്ച് മാത്രം എടുത്താൽ മതി. നല്ല രീതിയിൽ അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മസാലയുടെയൊക്കെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയും അതുപോലെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുവരെ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അല്പം ഉപ്പും കൂടെ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ മൂടി വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയും അതുപോലെ സവോളയൊക്കെ നന്നായി നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഒന്ന് വരഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാം. എന്നാലാണ് മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ മസാലയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ കഴിക്കാനും നമുക്ക് ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് അതൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. മുട്ടയിൽ നമ്മളെ മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം. നന്നായിട്ട് ആ മസാലയൊക്കെ നമ്മുടെ മുട്ടയിലേക്ക് പിടിക്കട്ടെ. ഇനി നമുക്ക് എക്സ്ട്രാ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഈ കറിക്ക് ചെറിയൊരു മധുരമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അപ്പത്തിനും ചപ്പാത്തിക്കും നല്ല കോമ്പിനേഷനാണെന്ന് പറയുന്നത്. ഈ തേങ്ങാപ്പാൽ ഒഴിക്കാതെ നമുക്ക് ഈ കറി അതുപോലെ കഴിക്കാം. അതും ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റായി വരും. ചെറിയൊരു മധുരമായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഒത്തിരി തിളപ്പിക്കരുത്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി നേരം തിളപ്പിക്കരുത്. ഈ ഒരു തിള വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.